നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിലെ കപ്പാസിറ്റൻസ് എന്ന വിഭാഗമാണ്. നമുക്ക് ഇന്ന് കപ്പാസിറ്റൻസിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കണം. ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിലെ ഹീറോ ആണ് കപ്പാസിറ്റൻസ്. നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു പുതിയ ടേമാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഒരു കപ്പാസിറ്റർ എന്താണ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എങ്കിലും കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കാം. ഒരു കപ്പാസിറ്റർ ചാർജസിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. ഒരു കപ്പാസിറ്ററിനകത്ത് നമുക്ക് ധാരാളം ചാർജസിനെ സ്റ്റോർ ചെയ്യും. ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. നമ്മളെ ഫാനുകളിലേക്ക് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിന്റെ രൂപമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ കപ്പാസിറ്ററിനകത്ത് ഇങ്ങനെ ചാർജസിനെ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയധികം ചാർജസിനെ എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പം ഞാൻ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ആവശ്യമായിട്ട് വരും അല്ലേ. പണം ആവശ്യമായിട്ട് വരുമ്പോൾ ഇപ്പൊ സപ്പോസ് ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ വീട്ടിലെ ചെലവിന് 500 രൂപ ആവുമെന്ന് വിചാരിച്ചാൽ 500 റുപ്പീസ്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഈ 500 രൂപ മതി ഒരു ദിവസം നമുക്ക് കഴിയാൻ, ഭക്ഷണം കഴിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരു ഉത്സവമോ അല്ലെങ്കിൽ ആഘോഷമോ അല്ലെങ്കിൽ കുറച്ചധികം പണത്തിന് ആവശ്യം വരില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ സേവിങ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ബാങ്കിലൊക്കെ വെച്ചിട്ടുള്ള പണമായിരിക്കും നമ്മൾ പെട്ടെന്ന് എടുത്ത് നമുക്ക് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അല്ലെ. ഇതുപോലെ തന്നെയാണ് ഒരു കപ്പാസിറ്ററിന്റെ ഉപയോഗം. ഒരു കപ്പാസിറ്ററിന്റെ മറ്റൊരു പേരാണ് കണ്ടൻസർ എന്നും നമുക്ക് വിളിക്കാം. ഒരു കപ്പാസിറ്ററും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഫാനിന്റെ കേസ് എടുക്കുകയാണ്. ഒരു ഫാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ധാരാളം ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. അപ്പൊ ഈ ഇലക്ട്രിക്കൽ എനർജി അതിന് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ എക്സ്ട്രാ ആവശ്യമായ ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെയുള്ള കപ്പാസിറ്ററുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജസിൽ നിന്നാണ് ഈ ഫാനുകൾക്ക് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്. ഫാനുകളിൽ മാത്രമല്ല കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പല ഉപകരണങ്ങളും കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് മിക്സിയിൽ ഉപയോഗിക്കാറുണ്ട്, ഫ്രിഡ്ജിൽ ഉപയോഗിക്കാറുണ്ട്, ക്യാമറാസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സിലും അല്ലാത്തതിലും ഒക്കെ നമ്മൾ കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ വളരെയധികം ചെറുതായിട്ടുള്ള ഉപകരണമാണെങ്കിലും വളരെയധികം പ്രയോജനമുള്ള ഒരു ഉപകരണമാണ് ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നൊരു ടോപ്പിക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ തന്നെ ഈ കപ്പാസിറ്ററിനെ കുറിച്ച് പഠിക്കുന്നത്? കാരണം നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞു ചാർജസിനെ നമ്മൾ എന്നാ ചെയ്യുക, സ്റ്റോർ ചെയ്യുക ഒരു കപ്പാസിറ്ററിൽ. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ചാർജസ് അതിനടുത്ത് ഇരിക്കുകയല്ലേ. അപ്പോൾ ദേ ആർ ദ ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സോട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ദ ചാർജസ് ആർ ഇൻ റെസ്റ്റ് ഇൻസൈഡ് എ കപ്പാസിറ്റർ. നമുക്ക് ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. നമുക്ക് തൽക്കാലം ഒരു കപ്പാസിറ്ററിനെ 2 കണ്ടക്ടേഴ്സ് പാരലായിട്ട് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ നടുക്ക് ഒരു ഇൻസുലേറ്റർ വെച്ചാൽ നമുക്ക് അതിനൊരു കപ്പാസിറ്റർ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാം. നമ്മൾ അതിനെ സ്പെഷ്യലി വിളിക്കുന്ന പേര് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാണ്. 2 പ്ലേറ്റുകൾ, 2 കണ്ടക്ടിങ് പ്ലേറ്റുകൾ അല്ലെങ്കിൽ 2 കണ്ടക്ടറുകൾ പാരലായിട്ട് വെക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു സ്പേസിൽ ഒരു ഇൻസുലേറ്ററും പ്ലേസ് ചെയ്താൽ നമുക്ക് അതിനെ ഒരു കപ്പാസിറ്റർ അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് കേട്ടോ. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മാത്രമല്ല ഉള്ളൂ, നമുക്ക് മറ്റു തരത്തിലുള്ള മറ്റ് ഷേപ്പുകളിലുള്ള കപ്പാസിറ്ററുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്പിരിക്കൽ കപ്പാസിറ്റർ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു സ്പിരിക്കൽ കപ്പാസിറ്ററിന്റെ രൂപം ഇതുപോലെയാണ്. ഒരു ഇന്നർ കോർ കാണും, ഒരു ഇന്നർ സ്പിരിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് കാണും, ഒരു ഔട്ടർ സ്പിരിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റൽ പ്ലേറ്റും കാണും. 2 സ്പിരിക്കൽ ഷേപ്പിലുള്ള മെറ്റൽ പ്ലേറ്റുകളുടെയും സെന്റർ ഒന്ന് തന്നെ ആയിരിക്കും, റേഡിയസ് വ്യത്യസ്തമായിരിക്കും. ഇതൊരു സ്പിരിക്കൽ കപ്പാസിറ്റർ എന്ന് വിളിക്കാം. മാത്രമല്ല മാർക്കറ്റ്സിൽ ഇതിലും വ്യത്യസ്തമായ വിവിധ തരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിനെ കുറിച്ച് പിക്ചറുകളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഇന്ന് ഒരു കണ്ടക്ടർ എന്താ നിങ്ങൾക്ക് അറിയാം, കണ്ടക്ടർ ചാർജസിനെ ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കുന്നു ആദ്യം ഒന്ന് നോക്കിയിട്ട് ഈ കപ്പാസിറ്ററിന്റെ പ്രവർത്തനത്തിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ എന്ത് പറ്റുമെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്നാ ചെയ്യും, ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടർ വെച്ചാൽ ആ കണ്ടക്ടറിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ കണ്ടക്ടറിനുള്ളിലുള്ള ചാർജസിന്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്കറിയാം ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് അത് കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഒരു കണ്ടക്ടറിന് കണ്ടക്ടിവിറ്റി എന്ന പ്രോപ്പർട്ടി കൊടുക്കുന്നത് അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്.
അവര് കണ്ടക്ടിങ് പ്രോപ്പർട്ടി കിട്ടുന്നതും അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം ആരാ മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോണുകളാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി എന്ന ഒരു പ്രോപ്പർട്ടി ആ കണ്ടക്ടേഴ്സിന് കിട്ടുന്നത് നമുക്കറിയാം. അപ്പൊ ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അവരെപ്പോഴും ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചാൽ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് the net electric field inside a conductor is zero. ഒന്നുകൂടെ പറയാം, the total electric field inside a conductor is zero. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ ഈ കണ്ടക്ടറിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ, നിങ്ങൾക്ക് അറിയാം ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്നാ പറ്റും? ആ ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചു. ആ ഫോഴ്സ് F=Q × E ആണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ചാൽ ആ ചാർജിന് ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഞാൻ ഈ കണ്ടക്ടറിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ചാർജസിന്, ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിനുള്ളിലെ ചാർജസിന് ഒരു ഫോഴ്സ് ഉണ്ടാകുമല്ലോ. ആ ഫോഴ്സ് കാരണം ആ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ആ ചാർജുകൾ അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. അപ്പൊ ഞാനിപ്പോൾ E0 എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സ്ഥലത്ത് വെറുതെ നിൽക്കുക, അപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ നമുക്ക് എന്നാ ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും, നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യും അല്ലെ, ഡിസ്പ്ലേസ് ചെയ്യും, നമ്മുടെ പൊസിഷൻ മാറും. അതുപോലെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന ഈ കണ്ടക്ടറിന് ഉള്ളിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തില്ലേ, അപ്പൊ അയാൾ മൂവ് ചെയ്യും, അയാൾ ഡിസ്പ്ലേസ് ചെയ്യും അതിന്റെ സ്ഥലത്ത്. അപ്പൊ ഇവിടെ നമ്മൾ E0 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞു, ഞാൻ കൊടുത്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിനുള്ളില്, അതായത് കണ്ടക്ടറിനുള്ളില് ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1 എന്ന് വിളിക്കുകയാണ്. അപ്പൊ E0 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു വശത്തേക്കും E1 എന്ന ഇലക്ട്രിക് ഫീൽഡ് ആ കണ്ടക്ടറിനുള്ളിൽ മറുവശത്തേക്കുമാണ്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെയും എക്സ്പീരിയൻസസ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആകുമ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാകും? 0 ആണ്. അതായത് ഞാൻ ഇടത്തോട്ടൊരു 10 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നെ അവിടെ നിന്ന് വലത്തോട്ടൊരു 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയപ്പോൾ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ എത്തിയില്ലേ? അപ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 അല്ലേ? അതുപോലെയാണ് ഇപ്പൊ ഇവിടെയുള്ള രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പീരിയൻസ്, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് E0യും ഇന്റർണൽ അതായത് കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് E1ഉം ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയാൽ എന്നാ പറ്റും? അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകും. അതുകൊണ്ടാണ് ദ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ഇൻസൈഡ് എ കണ്ടക്ടർ വെൻ ദ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എത്രയാണ്? 0 ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ദ നെറ്റ് ചാർജ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഓൾവേസ് 0. The net charge inside a conductor is always 0. അതിപ്പോ നമുക്ക് അൺചാർജ്ഡ് ബോഡി ആണെങ്കിലും ഒരു ചാർജ്ഡ് ബോഡി ആണെങ്കിലും the net charge inside a conductor is always 0 ആയിരിക്കും. കാരണം നമുക്കൊരു അൺചാർജ്ഡ് ബോഡി ആണെങ്കിൽ നമുക്കറിയാം ചാർജ് ഇല്ലല്ലോ. അപ്പൊ നെറ്റ് എഫക്ട് ഓഫ് ചാർജ് ഇൻസൈഡ് എ ബോഡി എത്രയായിരിക്കും? ഇൻസൈഡ് ആ കണ്ടക്ടർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ചാർജ്ഡ് ആണെങ്കിലോ? നമ്മളൊരു വസ്തുവിനെ ചാർജ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഫ്രിക്ഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ നമ്മൾ വസ്തുവിനെ ചാർജ് ചെയ്യിച്ചാൽ ഈ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് സർഫസ് ഓഫ് ദി ബോഡിയാണ്. അത് ആ കണ്ടക്ടറിന്റെ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും എന്താ അതിന്റെ ഉള്ളിലല്ല ആ ചാർജസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോ നെറ്റ് ചാർജ് ഇൻസൈഡ് എ കണ്ടക്ടർ അത് ചാർജ്ഡ് ആണെങ്കിലും അൺചാർജ്ഡ് ആണെങ്കിലും ഈസ് ഓൾവേസ് 0. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ദ ചാർജ് ആൽവേസ് റിസൈഡ്സ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ദ ചാർജസ് അക്യുമുലേറ്റ് അറ്റ് ദി ഔട്ട്സൈഡ് സർഫസ് ഓഫ് എ കണ്ടക്ടർ. അപ്പൊ ചാർജ് ഓൾവേസ് റിസൈഡ്സ് അറ്റ് ദി ഔട്ട്സൈഡ് സർഫസ് ഓഫ് എ കണ്ടക്ടർ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ദ ബിഹേവിയർ ഓഫ് എ കണ്ടക്ടർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമുക്കിനി കപ്പാസിറ്റൻസ് ടൈം കൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം. Capacitance means the ability of a conductor to store charges. ചാർജസിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ടു സ്റ്റോർ ചാർജസ് ഇൻസൈഡ് എ കണ്ടക്ടർ. ക്യാപിറ്റൽ ലെറ്റർ C ആണ് കപ്പാസിറ്റൻസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ. അപ്പൊ കപ്പാസിറ്റൻസ് ദ എബിലിറ്റി ടു സ്റ്റോർ ചാർജസ് ആണെങ്കിലും നമുക്ക് എത്രത്തോളം ചാർജസിനെ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കപ്പാസിറ്ററിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഒരു കണ്ടക്ടറിൽ ഞാൻ ധാരാളം ചാർജസിനെ കൊടുക്കുകയാണ്, ചാർജസിനെ ഞാൻ അവിടെ സ്റ്റോർ ചെയ്യുകയാണ്. അങ്ങനെ ചാർജസിനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ മനസ്സിലാക്കാം, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നാ ഇൻക്രീസ് ചെയ്യും. കാരണം ചാർജുകളുടെ എമൗണ്ട് കൂടുമ്പോൾ ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചാർജസ് ഓൾസോ ഇൻക്രീസസ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വി ഹാവ് ടു ഡു സം മോർ വർക്ക്.
അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന്. അതായത് ഞാൻ നിങ്ങളെ ചാർജസ് ഒരു കണ്ടക്ടറിൽ ചാർജസിനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ സ്റ്റോർ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്നാ പറ്റും? അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ അവിടുത്തെ ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ മോർ ആൻഡ് മോർ വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യും. ഒന്നും കൂടെ വിശദമാക്കിയാൽ നമ്മൾ മനസ്സിലാക്കി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡിനെതിരെ ഞാനൊരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ ഞാൻ ചെയ്യേണ്ട വർക്കും ഇൻക്രീസ് ചെയ്യും ടു മൂവ് എ ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ എന്നാ പറ്റും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴാണ് കൂടിയത്? ഒരു മെറ്റൽ ബോഡിയിൽ ചാർജസ് ഇൻക്രീസ് ചെയ്താൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് Q കൂടിയാൽ പൊട്ടൻഷ്യൽ കൂടും. ദാറ്റ് ഈസ് Q ഈസ് പ്രൊപ്പോർഷണൽ ടു V ആണ്. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റുന്നതിന് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു C ഇൻടു V എന്ന് എഴുതാം. C ഈസ് കോൾഡ് ദ കോൺസ്റ്റന്റ് ഓഫ് കപ്പാസിറ്റൻസ്. So C explains, capacitance explains the ability to store charges. ആ കണ്ടക്ടറിന് എത്രത്തോളം ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുമോ that ability is known as capacitance. ഈ കപ്പാസിറ്റൻസ് certain other factorsനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ കണ്ടക്ടർ, രണ്ടാമത്തത് നേച്ചർ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കണ്ടക്ടർ. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് യൂണിറ്റും കൂടെ ശ്രദ്ധിക്കാം. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. എങ്കിലും നമ്മൾ ഈ യൂണിറ്റ് അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അതിൽ ചെറിയ യൂണിറ്റുകളാണ്. നമുക്ക് കാണാം നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ്, ഇങ്ങനെയുള്ള യൂണിറ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. നമുക്കിനി ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഹൗ എ കപ്പാസിറ്റർ വർക്ക്സ്. ഒരു കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററിന്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. ഞാൻ എ എന്നൊരു കണ്ടക്ടർ ഒരിടത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചാർജ് ചെയ്യുകയാണെ. ധാരാളം ചാർജസ് ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. എപ്പോൾ വരെ കൊടുക്കും? നമ്മളിപ്പോ പറഞ്ഞു ചാർജ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാം ഞാൻ എത്രത്തോളം ചാർജ് കൊടുക്കുന്നോ അത്രത്തോളം എന്നാ ചെയ്യും? അതിന്റെ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യും. ഈ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുമെന്ന് വിചാരിച്ചു. നമ്മൾ എനർജി കിട്ടിയ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതോടെ എപ്പോൾ വരെ കഴിക്കും? നമ്മുടെ വയറ് നിറയുന്നേരം വരെ നമ്മൾ കഴിക്കും അല്ലേ? നമ്മുടെ വയറിൽ എത്രത്തോളം സ്ഥലമുണ്ടോ അത്രത്തോളം നമ്മൾ കഴിക്കാൻ ശ്രമിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പൊ നമ്മൾ എത്രത്തോളം ആഹാരം കഴിക്കുന്നു അത്രത്തോളം എനർജി നമുക്ക് ഉണ്ടാവുക. അതുപോലെയാണ് ഇവിടെ ഞാൻ ഈ മെറ്റൽ കണ്ടക്ടറിന് ചാർജസിനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിന്റെ എനർജി എന്നാ പറ്റും? ഇൻക്രീസ് ചെയ്യുക. ഞാൻ ആ എനർജിയെ വിളിച്ച പേരാണ് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഞാൻ എത്രത്തോളം ചാർജസിനെ കൊടുക്കുന്നോ ഈ കണ്ടക്ടർ എയുടെ പൊട്ടൻഷ്യലും മാക്സിമം. ഇനിയാണ് നമ്മുടെ അടുത്ത ആള് ഈ സീനിലേക്ക് വരുന്നത്. ഞാൻ മറ്റൊരു കണ്ടക്ടർ പ്ലേറ്റ് ബി ഇതിന് സമീപത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പൊ എ എന്ന പ്ലേറ്റ് ഞാൻ മാക്സിമം ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ സമീപത്തേക്ക് മറ്റൊരു പ്ലേറ്റ് കൊണ്ടുവന്നതാണ് പ്ലേറ്റ് ബി. ഈ പ്ലേറ്റ് ബി ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഈ പ്ലേറ്റ് ബിയില് ഇൻഡ്യൂസ്ഡ് ചാർജസ് ഉണ്ടാവും. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനെ കുറിച്ച്. ചാർജിങ് ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ അൺചാർജ്ഡ് ബോഡിയാണ്. കോട്ടെ ഞാൻ ഇപ്പൊ ഒന്നും കൂടെ പറയാം. ഇൻഡക്ഷൻ കാരണം നമുക്കിപ്പോൾ കാണാം നമ്മുടെ എ എന്ന പ്ലേറ്റിൽ പ്ലസ് ചാർജസ് അല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബി എന്ന പ്ലേറ്റിന്റെ എ എന്ന പ്ലേറ്റിന് അടുത്തോട്ടിരിക്കുന്ന സ്ഥലത്ത് എല്ലാം നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അൺലൈക്ക് ചാർജസ് അട്രാക്റ്റീവ് എന്നാണല്ലോ. അപ്പൊ ബി എന്ന പ്ലേറ്റിന്റെ എ എന്ന പ്ലേറ്റിന് അടുത്ത് നിൽക്കുന്ന സ്ഥലത്തെല്ലാം നിയറർ എഡ്ജ് ഓഫ് ദ മെറ്റൽ പ്ലേറ്റ് ബിയിലെല്ലാം നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. ആൻഡ് ദ ഫാർദർ എൻഡ് ഓഫ് മെറ്റൽ പ്ലേറ്റ് ബിയില് പോസിറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് അറിയാം എയിൽ ഇപ്പൊ ആരാ മുഴുവൻ പോസിറ്റീവ്ലി ചാർജഡ് ആണ്. എയിൽ പോസിറ്റീവ്ലി ചാർജഡ് ആയപ്പോൾ ബി എന്ന പ്ലേറ്റിന്റെ നിയർ എൻഡില് നെഗറ്റീവ്ലി ഓപ്പോസിറ്റ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്തു. ബി എന്ന പ്ലേറ്റിന്റെ ഫാർദർ എൻഡില് സെയിം ചാർജസും അക്യുമുലേറ്റ് ചെയ്തു. ഈ ബി എന്ന കണ്ടക്ടർ വന്നപ്പോൾ ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നത്? ബിയിലുണ്ടായ നെഗറ്റീവ് ചാർജസ്, ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജസ് കാരണം എ എന്ന മെറ്റൽ പ്ലേറ്റിന്റെ എ എന്ന കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? വി ആയിരുന്നു പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ ചാർജസിനെ സ്റ്റോർ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചാർജ് കൂടുമ്പോൾ എന്നാ പറ്റുന്ന പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ക്യൂ പ്രൊപ്പോർഷണൽ ടു വി നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ എനർജി കൂടുന്ന പോലെ തന്നെ ഉള്ളൂ. ചാർജസിനെ വെച്ചപ്പോൾ അതിന് എനർജി കൂടി, അതിന്റെ പൊട്ടൻഷ്യൽ കൂടി. സപ്പോസ് വി ആയിരുന്നു എ മാത്രം ഇവിടെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ.
ഇപ്പോൾ ബി എന്ന പ്ലേറ്റും കൂടെ വന്നപ്പോൾ ബിയിൽ എന്നാ പറ്റി, ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടായല്ലോ. അതുമൂലം എ എന്ന കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ വി ഡിക്രീസ് ചെയ്യും. എത്രത്തോളമാണ് നമുക്കറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു പുതിയ ചാർജ് മുഖാന്തരം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു 1/4πε0 Q/r ആണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ എന്ന പ്ലേറ്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി ആയിരുന്നു. പക്ഷെ ബി എന്ന പ്ലേറ്റും കൂടെ വന്നപ്പോൾ എ എന്ന പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബി എന്ന പ്ലേറ്റിൽ ഇൻഡ്യൂസ്ഡ് ചാർജസ് ഉണ്ടാക്കിയത് മൂലം എയിലെ പൊട്ടൻഷ്യൽ വി മൈനസ്, പുതിയൊരു ചാർജ് വന്നാൽ പൊട്ടൻഷ്യൽ എത്രയാണ്, 1/4πε0 Q/r അല്ലേ, മൈനസ് ചാർജസ് അവിടെ പുതുതായിട്ട് വന്നതല്ലേ. അപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ വി മൈനസ് 1/4πε0 Q/r എന്നാവും. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ വാല്യൂസ് ഒന്നും ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ബി എന്ന പ്ലേറ്റ് അവിടെ വന്നതുകൊണ്ട് അവിടെ ഇൻഡ്യൂസ്ഡ് ചാർജസ് ഉണ്ടായി, അത് മുഖാന്തരം എയിലെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് എന്താ, അതുകൊണ്ടല്ലേ നമുക്ക് കാര്യം. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ എയിലെ പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ അർത്ഥം അവിടുത്തെ ഇലക്ട്രിക് ചാർജസും കുറഞ്ഞെന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് കുറഞ്ഞാൽ നമുക്ക് ഇനിയും കൂടുതൽ ചാർജസിനെ എയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ ചാർജസ് എയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എന്തിനാണ് കപ്പാസിറ്റർ, കൂടുതൽ ചാർജസിനെ അക്കോമഡേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ബി എന്ന പ്ലേറ്റ് അവിടെ വന്നതുകൊണ്ട് എയിലെ പൊട്ടൻഷ്യൽ കുറഞ്ഞു. അതിനാൽ എയിൽ കൂടുതൽ ചാർജസ് നമുക്കിനി സ്റ്റോർ ചെയ്യാം. അപ്പോൾ നേരത്തെ എ മാത്രം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മാക്സിമം ചാർജസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സാധനത്തെയാണ് ബി എന്ന പ്ലേറ്റ് കൂടെ വന്നപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ കുറച്ച് എയിൽ നമുക്ക് വീണ്ടും ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് കൂടുതൽ ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ ഒരു പാരലൽ പെയർ കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് പറയാം. നമുക്കിനി ഈ പാരലൽ പെയർ കപ്പാസിറ്ററിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഐഡിയ ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്റേഴ്സ് പലതരത്തിലുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. രണ്ട് പ്ലേറ്റുകൾ പാരലായിട്ട് വെച്ചാൽ അതിനെ വിളിച്ച പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയ സമയത്ത് നമ്മൾ സ്ഫിറിക്കൽ കപ്പാസിറ്ററിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. സ്ഫിറിക്കൽ കപ്പാസിറ്റർ എങ്ങനെയായിരിക്കും, ഒരു ഔട്ടർ സ്ഫിയർ കാണും, ഒരു ഇന്നർ സ്ഫിയർ കാണും, രണ്ടും മെറ്റൽ കണ്ടക്ടറുകളായിരിക്കും. അവിടെ നമുക്കൊരു കപ്പാസിറ്റർ ആയിട്ട് ചിന്തിക്കാം. സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ് ഉണ്ടാകും. ഈ കാണുന്ന പോലെ ഔട്ടർ സിലിണ്ടറും ഒരു ഇന്നർ സിലിണ്ടറും ഉണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സും ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ ശ്രദ്ധ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് കൊണ്ടുവരിക. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ എ ആൻഡ് ബി എന്ന പേരൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ്ലി ചാർജിലായിരിക്കും, രണ്ടാമത്തെ പ്ലേറ്റിൽ നെഗറ്റീവ്ലി ചാർജിലുമായിരിക്കും. നമുക്കറിയാം ഇലക്ട്രിക് ചാർജസിൽ നമുക്ക് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ടാ പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. ആൻഡ് ദാറ്റ് ഷോസ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചാർജ്. അതുപോലെ തന്നെ ഈ രണ്ട് ചാർജ്ഡ് ഇലക്ട്രിക് കണ്ടക്ടറുകൾക്കിടയിൽ നമുക്ക് എന്നാ വരയ്ക്കാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പറ്റും. വരയ്ക്കുകയല്ല, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. എവിടുന്ന് എങ്ങോട്ടാ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പൊ തീർച്ചയായിട്ടും രണ്ട് ചാർജ്ഡ് മെറ്റൽ കണ്ടക്ടേഴ്സിനിടയ്ക്ക് എന്നാ ഉണ്ടാകും, ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എങ്ങനെ ഉണ്ടാക്കാവുന്ന, എങ്ങനെ അതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ മനസ്സിലാക്കി. നമുക്കിതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ എത്രത്തോളം ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്. നമുക്കറിയാം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകളാണോ, പ്ലേറ്റിന്റെ ഏരിയ കാണും. രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഡി കാണും ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം. How these area and distance influences the capacitance of the capacitor കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു കേസാണ് ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് മെറ്റൽ പ്ലേറ്റ്സിന് ഇടയ്ക്കത്തെ ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയാണ്, σ/ε0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഈ കേസിലും നമുക്ക് അതുപോലെ തന്നെയല്ലേ, രണ്ട് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റുകളല്ലേ. അപ്പൊ അതിന്റെ ഉടയിലുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയായിരിക്കും, അത് σ/ε0 ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ടു കണ്ടക്ടേഴ്സ് ഈസ് σ/ε0 ആണ്.
നമുക്ക് നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം E -dV/dr. ഓക്കെ, നമുക്ക് ഈ E dV/dr dV ആരാണ്? പൊട്ടൻഷ്യൽ ആണ്, പൊട്ടൻഷ്യൽ V ആണ്. ആൻഡ് R എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഇന്റൻസിറ്റി നമുക്ക് V/d എന്ന് എഴുതിയാലും തെറ്റല്ല. V/d where V is the voltage അഥവാ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി E σ/ε0 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ E -dV/dr എന്നുള്ളത് V/d ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഒരു സൈഡ് ഇന്റൻസിറ്റി E ആയതിനാൽ σ/ε0 ഈക്വൽസ് V/d എന്ന് എഴുതാം. ആ എക്സ്പ്രഷനിൽ V σd ഡിവൈഡഡ് ബൈ ε0 എന്ന് എഴുതാം. കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റൻസ് Q CV ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ C Q/V ആണ്. സോ C Q/Vക്ക് പകരം σd/ε0 എന്ന് എഴുതാം. ആ ε0 ഡിനോമിനേറ്റർ ആയതിനാൽ അതങ്ങ് ന്യൂമറേറ്ററിൽ പോവും. അപ്പോൾ C Q/ε0 ഡിവൈഡഡ് ബൈ σd എന്നാണ് എഴുതേണ്ടത്. സിഗ്മ ആരാന്ന് നമ്മൾ അറിയാം. അത് ഇറ്റ് ഈസ് ദ ഏരിയ ചാർജ് ഡെൻസിറ്റി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സിഗ്മ ടോട്ടൽ ചാർജ് Q/ ടോട്ടൽ ഏരിയ ആണ്. അതുകൊണ്ടാണ് സിഗ്മയ്ക്ക് പകരം Q/A എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യൂവും ക്യൂവിനോട് കട്ട് ചെയ്യാം. അപ്പോൾ കപ്പാസിറ്റൻസ് C A ε0 ഡിവൈഡഡ് ബൈ d എന്ന് കിട്ടും. ആ എ ഡിനോമിനേറ്ററിൽ കിടന്നതാണ്. അത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. So C ε0 A/d എന്ന് കിട്ടും. ദിസ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ε0 A/d ആണ്. ഇതിൽ ε0 എന്ന് പറഞ്ഞറിയാം അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. A is the area of the plates ആണ്. ആൻഡ് D is the distance between the plates ആണ്. ഏറ്റവും ഹൃദയസ്ഥമാക്കേണ്ട ഒരു എക്സ്പ്രഷൻ കൂടെയാണ്. ഓക്കെ, നമ്മൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. ഒരു പാരലൽ പെയർ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C ε0 A/d ആണ്. അപ്പോൾ ഒരു പാരലൽ പെയർ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? നമുക്കറിയാം ഒരു പാരലൽ പെയർ കപ്പാസിറ്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത്. നമുക്ക് രണ്ട് പ്ലേറ്റുകളുണ്ട്. രണ്ട് പ്ലേറ്റുകൾ നമ്മുടെ ഡിസ്റ്റൻസ് d ആണ്. ഓക്കെ, എങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകളുടെയും ഏരിയ കൂടിയാൽ കപ്പാസിറ്റൻസ് കൂടും. ഏരിയ കൂടിയാൽ കപ്പാസിറ്റൻസ് കൂടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. നമുക്കിത് വിശദമായിട്ട് സംസാരിക്കാം പെട്ടെന്ന് തന്നെ. നമുക്ക് ആദ്യമേ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് വെച്ചാൽ, ഡൈഇലക്ട്രിക് എന്ന് വെച്ചാൽ ഒരു ഇൻസുലേറ്റർ, ഒരു പുതിയ മീഡിയം വെച്ചാൽ ഇതിന്റെ കപ്പാസിറ്റൻസിന് എന്ത് പറ്റും നോക്കാം. അതായത് ഒന്നും കൂടെ പറയാം. ഒരു കപ്പാസിറ്റർ ഉണ്ട്, രണ്ട് പ്ലേറ്റുകളാണുള്ളത്. കപ്പാസിറ്ററിന് രണ്ട് പ്ലേറ്റുകളുണ്ട്. ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റർ അഥവാ ഒരു ഡൈഇലക്ട്രിക് വെച്ചാൽ, അപ്പോൾ ഇതൊരു ഡൈഇലക്ട്രിക് ആണ്. ഒരു ഡൈഇലക്ട്രിക് വെച്ചാൽ ഇതിന്റെ കപ്പാസിറ്റൻസ് എന്ത് പറ്റും? ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് d ആണ്. ഡിസ്റ്റൻസ് d ആണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് മുഴുവൻ സ്പേസും ഫില്ല് ചെയ്തിരിക്കുന്നത് എയർ എന്ന മീഡിയം അല്ല. ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിന്റെ പുതിയ കപ്പാസിറ്റൻസ് ആണ് അറിയേണ്ടത്. അതായത് ഒരു കപ്പാസിറ്ററിന്റെ ഇടയിലെ ഡൈഇലക്ട്രിക് വെച്ചാൽ ഇതിന്റെ കപ്പാസിറ്റൻസ് കൂടുവോ കുറയുവോ എന്നറിയണം. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പെയർ കപ്പാസിറ്റർ വിത്ത് എ ഡൈഇലക്ട്രിക് സ്ലാബ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഫിഗർ ഒക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നുണ്ട് അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എയറിലൂടെ, ഈ പോകുന്ന എയറിലൂടെ ഇത്രയും സ്ഥലത്ത് ഡൈഇലക്ട്രിക് എന്ന ഇൻസുലേറ്റർ അതിൻ്റെ നടുക്ക് മാത്രമാണുള്ളത്. അപ്പോൾ എയറിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ പ്ലേറ്റ് മുഴുവൻ പോസിറ്റീവ് ചാർജസ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ മുഴുവൻ നെഗറ്റീവ് ചാർജസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് അങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുകയാണ്. ആ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E0 എന്ന് വിളിക്കുകയാണ്. E0 എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ബട്ട് ഔട്ട്സൈഡ് ദ ഡൈഇലക്ട്രിക് ആണ്. ഇനി ആ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിലെ ഡിസ്റ്റൻസിന് ഞാൻ d എന്ന് എടുക്കുവാണ്. ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിലെ ഡിസ്റ്റൻസിന് d എന്ന് എടുക്കുകയാണ്. ഇനി ഈ ഡൈഇലക്ട്രിക്കിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇതിനുള്ളിൽ, ഈ ഡൈഇലക്ട്രിക്കിനുള്ളിലുള്ള ചാർജുകളെയും ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിലനിർത്തും.
അതായത് പ്ലസ് ചാർജസിന് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുമ്പോൾ ഇവിടെ ആര് വരും? ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ മൈനസ് ചാർജസ് ഉണ്ടാകും. ഈ ഡൈഇലക്ട്രിക്കിന്റെ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറു സൈഡിൽ എന്നാ പറ്റും? പോസിറ്റീവ് ചാർജസ് ഉണ്ടാകും ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇങ്ങനെ മൈനസ് ചാർജസ് ഈ സൈഡിൽ വരാനുള്ള കാരണം നമുക്കറിയാം, പോസിറ്റീവ് ചാർജസ് അടുത്തുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക്കിനുള്ളിലെ ഓപ്പോസിറ്റ് ചാർജസ് ഒരു സൈഡിലേക്ക് വരും, അതിനടുത്തേക്ക് വരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജസ് മറ്റൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് വരാൻ ശ്രമിക്കും ഡൈഇലക്ട്രിക്കിലുള്ള പോസിറ്റീവ് ചാർജസ്. അതുകൊണ്ടാണ് ഇതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അത് മുഖാന്തരം ഈ ഡൈഇലക്ട്രിക്കിനുള്ളിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അതിനെ ഞാൻ EP എന്ന് വിളിക്കുകയാണ്. EP എന്ന് വിളിക്കുകയാണ്. ആൻഡ് ദ തിക്നെസ് ഓഫ് ദ ഡൈഇലക്ട്രിക്, ഈ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ്സിനെ ഞാൻ T എന്ന് വിളിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വെൻ ദർ ഇസ് നോ ഡൈഇലക്ട്രിക് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ് C0 epsilon 0 A/d. അതായത് ഡൈഇലക്ട്രിക് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഇവിടെ മീഡിയം മൊത്തം എയർ ആയിരുന്നെങ്കിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് C0 epsilon 0 A/d ആണ്. നൗ ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഈ നെറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഈ ടോട്ടൽ എന്ന് വിളിക്കാം, രണ്ട് പ്ലേറ്റുകൾക്കിടയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുഴുവൻ സ്ഥലത്തും E0 അല്ല, കാരണം ഇടയ്ക്ക് ഡൈഇലക്ട്രിക് ഉണ്ട്. അപ്പോൾ മുഴുവൻ സ്ഥലത്തുണ്ടായിരുന്ന E0 ആയിരുന്നു, പക്ഷെ ഡൈഇലക്ട്രിക് കൂടെ വന്നപ്പോൾ എന്നാ പറ്റി? EP എന്നൊരു പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായില്ല, അപ്പോൾ അത് കുറഞ്ഞു. അതാണ് E0 - EP എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് എയർ ആയിരുന്നെങ്കിൽ E0 ആയിരുന്നു, പക്ഷെ ഇടയ്ക്ക് ഒരാൾ വന്നപ്പോൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് കുറഞ്ഞു. കാരണം എന്താ? ഈ ഡൈഇലക്ട്രിക് വെച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അത് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫ്രം ദിസ് പോസിറ്റീവ് പ്ലേറ്റ് ടു ദ നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുകയാണ് ഇതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ തീർച്ചയായിട്ടും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ E0 - അതിനെ ഒപ്പോസ് ചെയ്യുന്ന EP ആണ്. അതാണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇലക്ട്രിക് ഇന്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ dV/dx എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ. ഇപ്പൊ വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ് ആണ്, അതൊരു ജനറൽ ഇക്വേഷൻ ആണ്. dV/dx ആണെന്ന് വോൾട്ടേജ് ബൈ dx ഡിസ്റ്റൻസ് ആയിരുന്നു, V/d എന്ന് എഴുതാം. അപ്പോൾ V = പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V എന്ന് വിളിച്ചാൽ V = എന്നാ എഴുതാം? അതിനാണല്ലോ വോൾട്ടേജ് പറയുന്നത്, E × D ആണ്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ V = E × D ആണ്. E × D എന്ന് പറയുമ്പോൾ E0 × V = E × D ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം V = ഇവിടുത്തെ വോൾട്ടേജ് E0 അല്ലേ, ഇൻറ്റു ടോട്ടൽ സ്ഥലം, ടോട്ടൽ ഡിസ്റ്റൻസ് D ആണ്, മൈനസ് ഇടയ്ക്കുള്ള ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ് T ആണ്. അതാണ് ഇപ്പോഴത്തെ മീഡിയം വാക്വം മാത്രമാണെങ്കിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ വാക്വം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, അവിടെ ഡൈഇലക്ട്രിക് കൂടെ ഇല്ലേ. അപ്പോൾ പ്ലസ് EP എന്ന് പറയാൻ കാരണം ഇയാൾ ഉണ്ടാക്കിയ ഡൈഇലക്ട്രിക്കിനുള്ളിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. EP × തിക്നെസ് എത്രയാണ്? T ആണ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്. Otherwise, you can write as potential difference V = E0 × D - T plus what is dielectric constant? അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ε/ε0. ഇത് വിത്ത് റെസ്പെക്ട് ടു പെർമിറ്റിവിറ്റി ആണ്. ഓർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എഴുതാം, അത് E0/E ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇത് പെർമിറ്റിവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ E = E0/K എന്ന് എഴുതാം, E0/K. Therefore EP എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് പകരം നമുക്ക് എഴുതാം E0/K × T എന്ന് എഴുതാം. ഓർ V = E0 × കോമൺ എടുത്താൽ E0യെ D - T plus T/K എന്ന് എഴുതാം. അവിടെ ആരെ കോമൺ എടുത്ത? E0യെ കോമൺ എടുത്തതാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അതായത് ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസിൽ പഠിച്ചു. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് σ/ε0 ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ നമ്പർ 2ന്റെ സ്പെഷ്യൽ കേസ് ആയിരുന്നു. അപ്പോൾ ഈ σ/ε0 × D - T plus T/K എന്ന് എഴുതാം. ആൻഡ് സിഗ്മ എന്താണ്? സിഗ്മ ഈസ് ദ ചാർജ് ഡെൻസിറ്റി, ടോട്ടൽ ചാർജ് പെർ ടോട്ടൽ ഏരിയ ആണ്. അതുകൊണ്ട് V = Q/A ε0 × D - T
പ്ലസ് ടി ബൈ കെ എന്ന് എഴുതാം. ബട്ട് കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് C is equal to Q by V അല്ലേ? or is equal to Q divided by V. ഇപ്പോൾ ഇത് നമുക്ക് കിട്ടിയില്ല, ഇത്രയല്ലേ? Q by A epsilon 0 into D minus T plus T by K എന്ന് എഴുതാം. Q നമ്മൾ ക്യാൻസൽ ചെയ്താൽ C is equal to ഈ ഡിനോമിനേറ്റർ ഉള്ള A epsilon 0 ന്യൂമറേറ്ററിൽ പോവും. A epsilon 0 divided by D minus T plus T by K എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ C is equal to A epsilon 0 divided by D minus T കോമൺ എടുത്താൽ T into 1 minus 1 by K എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാം. അപ്പോൾ this is the capacitance of a parallel plate capacitor when a dielectric is placed. ഒരു dielectric is placed between the two plates of a capacitor, that is C is equal to A epsilon 0 divided by D minus T into 1 minus 1 by K, or C is equal to A epsilon 0 divided by D minus T plus D by K. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു ഡൈഇലക്ട്രിക് വെച്ചാൽ ഡൈഇലക്ട്രിക് ഇല്ലാത്ത അവസ്ഥയിലെ കപ്പാസിറ്റൻസ് എപ്സിലോൺ 0 A by D ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എപ്സിലോൺ 0 A divided by D minus T plus T by K ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ വീണ്ടും കപ്പാസിറ്റൻസ് എന്നാ പറ്റുമെന്ന് കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് വെച്ചാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് ഓൺ ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടു. ഒന്ന് എന്തായിരുന്നു? കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്താ? C is equal to epsilon 0 A by D ആണ്. ഒന്നാമത്തെ മാർഗം ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ. ഇൻക്രീസിങ് ദി ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ. രണ്ടാമത്തത് ഡിസ്റ്റൻസ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കുറച്ചാൽ. അപ്പോൾ ഡിക്രീസിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. മൂന്നാമത് എന്തായിരുന്നു? ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ആണ്. പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ആൻഡ് ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ plates and introducing a dielectric between the plates. Like capacitance in the expression for a parallel plate capacitor C is equal to epsilon 0 A by D ആണ് നമുക്ക് മനസ്സിലായി. ഓരോ ടൈപ്സ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? നമ്മൾ പഠിച്ചു, ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്താൽ മതി ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. ആ ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്താൽ കപ്പാസിറ്റൻസ് എത്രത്തോളം കൂടുമെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇത് മാത്രമാണോ കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള മാർഗം? അല്ല. നമുക്കറിയാം, നമുക്ക് എക്സ്പ്രഷൻ കിട്ടി. ഇഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഇസ് എയർ ആൻഡ് ദ കപ്പാസിറ്റൻസ് C is equal to epsilon 0 A by D ആണെങ്കിൽ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഞാനൊരു പുതിയ മീഡിയം വെച്ചാൽ, പുതിയ ഡൈഇലക്ട്രിക് വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടുമെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇനി ആ പ്ലേറ്റുകളുടെ ഏരിയ കൂട്ടിയാൽ എന്നാ പറ്റും കപ്പാസിറ്ററിന്? തീർച്ചയായിട്ടും കപ്പാസിറ്റൻസ് കൂടുന്നില്ലേ? കൂടും. അപ്പോൾ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് കൂടിയാലും കപ്പാസിറ്റൻസ് കൂട്ടാം. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കുറച്ചാലോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കുറച്ചാലും നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാം. അപ്പോൾ 3 മാർഗങ്ങളുണ്ട് തൽക്കാലം നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാൻ. Placing a dielectric between the plates by increasing the area of the plates and by decreasing the distance between the plates. Okay. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് അവിടെ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ട്? വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്ലേസിംഗ് എ ഡൈഇലക്ട്രിക് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്? അതും കൂടെ നമുക്ക് നോക്കാം. ഒരു ഡൈഇലക്ട്രിക് 2 പ്ലേറ്റുകൾക്കിടയിൽ വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നാമത് പറയാം, കപ്പാസിറ്റൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. കപ്പാസിറ്റൻസ് കൂട്ടാം. ഇനി മറ്റ് 2 പ്രയോഗങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. രണ്ടാമതൊരു യൂസ്, ടു കീപ് ദ കണ്ടക്ടിങ് പ്ലേറ്റ്സ് ഫ്രം കമ്മിങ് ഇൻ കോണ്ടാക്ട്. അതായത് 2 പ്ലേറ്റുകളെ, 2 മെറ്റൽ പ്ലേറ്റുകൾ തമ്മിൽ ചേർന്നിരിക്കാൻ അനുവാദം നൽകാതെ ഡൈഇലക്ട്രിക് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കും. മാത്രമല്ല, എത്രത്തോളം അടുക്കും തോറും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കപ്പാസിറ്റൻസ് എന്നാ പറ്റുകയും ചെയ്യും, കൂടുകയും ചെയ്യും. ഇനി അവസാനത്തെ ഒരു അഡ്വാൻറ്റേജിലുള്ളത് സ്പാർക്കിംഗ് ഒഴിവാക്കാനും സഹായിക്കും. സ്പാർക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് 2 പ്ലേറ്റുകൾക്ക് പോസിറ്റീവിലും നെഗറ്റീവിലും ചാർജസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 2 പ്ലേറ്റുകൾ അടുത്ത് വരുമ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് അടുത്ത് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്പാർക്കിംഗ് ഒഴിവാക്കാനും ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജസ് ഓഫ് ഡൈഇലക്ട്രിക് when it is placed between the plates of a capacitor. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ,
നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് കുറേയധികം പുതിയ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ കണ്ട കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. പുതിയ പുതിയ പുസ്തകങ്ങളും ആശയങ്ങളും വായിക്കുക. കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് കണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, പെട്ടെന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റർ എന്തിനു വേണ്ടിയാണ്? ചാർജസിനെ സ്റ്റോർ ചെയ്യാനുള്ള ഉപകരണമാണ്. യു ക്യാൻ സ്റ്റോർ ചാർജസ് ഇൻ എ കപ്പാസിറ്റർ in the amount of picofarad, nanofarad and microfarad. Capacitance എന്ന് വെച്ചാൽ it is the ability to store charges ആണ്. തിയറി പാർട്സ് ആണ് ഇത്. പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദിക്കാം. അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇതുപോലെ മനോഹരമായ ക്ലാസ് എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലാസ് കണ്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.